ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീജാസ് ടേസ്റ്റ് ലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക തോരനാണ്. നല്ല ടേസ്റ്റി ആയിട്ട് കൈപ്രസം ഇല്ലാതെ എങ്ങനെ പാവയ്ക്ക തോരനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. നല്ല ഓർഗാനിക് പാവയ്ക്ക തന്നെയാണ് തോരൻ വയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായ പാവയ്ക്കാണിത്. ഒരുപാട് വലുതായിട്ടൊന്നുമില്ല, ഇത്രയും തന്നെ ആകത്തുള്ളൂ. ഇതിപ്പോൾ തന്നെ ഇത് ചെറുതായിട്ട് ഇതിൻ്റെ അറ്റം പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെ തോരൻ വെച്ചെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി 2 പാവയ്ക്ക, പിന്നെ വേണ്ടത് കാന്താരി മുളക്. ഇത് ഇവിടെ മുറ്റത്തുണ്ടായതാണ്. കാന്താരി മുളക്, നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. പിന്നെ വേണ്ടത് 1 സവാള, തേങ്ങ ചിരകിയത്, ഇതൊരു 2-3 ടേബിൾ സ്പൂൺ ഉണ്ട്. ആദ്യം നമുക്ക് ഈ പാവയ്ക്ക കഴുകി കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കാം. 2 സൈഡും കട്ട് ചെയ്തിട്ട് ഇതിനകത്തുള്ള ഈ അരിയും ഇതും എടുത്തങ്ങ് കളയാം. ഉള്ളിയും പാവയ്ക്കയും എല്ലാം ഞാൻ തൊലി കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ അരിഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. അത് ഞാൻ ചെയ്യുന്നത് കൊത്തി അരിയുമാണ് ചെയ്യുന്നത്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. കൈകൊണ്ട് തന്നെയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്ത് ഇതേപോലെ ഓരോ ഭാഗം എടുത്തിട്ട് ഇതിൽ ചെറുതായിട്ട് കൊത്തണം. തീരെ ചെറുതായിട്ടാണ് ഞാൻ കൊത്തിയാണ് അരിയുന്നത്, എന്നാലേ നമുക്ക് തോരൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതുപോലെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് പാവയ്ക്ക, പയർ ഇങ്ങനെയുള്ളതൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഇതേപോലെ 1-2 പാവയ്ക്ക കിട്ടുമ്പോൾ ഒരു തോരനുള്ളത് നമുക്ക് തന്നെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. പാവയ്ക്ക എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചെറിയതായിട്ട് കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി അരിഞ്ഞെടുക്കണം, കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. ഞാൻ പാവയ്ക്കായും ഉള്ളിയെല്ലാം കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ച കാന്താരി അതിലേക്ക് അരിഞ്ഞിടണം. കാന്താരി ആയതുകൊണ്ട് തന്നെ പിന്നെ ചെറുതായൊന്ന് മുറിച്ച ശേഷം, നടുക്കൂടൊന്ന് മുറിച്ച ശേഷം അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൽ ചേർക്കേണ്ട നമ്മളെടുത്ത് വെച്ച തേങ്ങ ചിരകിയത്. ഇനി ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് എരിവ് ഉപ്പൊക്കെ ഓരോരോ ടേസ്റ്റിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. എരിവ് അതുപോലെ കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളകോ കാന്താരിയോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ പാവയ്ക്ക നല്ല കയ്പില്ലാതിരിക്കത്തുള്ളൂ. പാവയ്ക്ക തോരൻ വെച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റും ആ മണമൊക്കെ കിട്ടത്തുള്ളൂ. കൈ കൊണ്ട് നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ച് നല്ല ഞെരടി മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ പാവയ്ക്കായും ഉള്ളിയും കാന്താരിയും വെളിച്ചെണ്ണയും എല്ലാം കൂടെ ചേർത്ത് നല്ല മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തോരൻ വയ്ക്കുന്ന പാത്രത്തിൽ ഡയറക്റ്റ് ഇട്ട് തോരൻ വെച്ചെടുക്കും. ഞാൻ തോരൻ വയ്ക്കുന്ന പാത്രം എടുത്ത് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തോരൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചതാണ്, അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഇളക്കിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം വേണ്ട. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് വെന്തിട്ട് കുഴഞ്ഞിരിക്കും. ഇനി ഇത് നന്നായൊന്ന് പ്രസ് ചെയ്ത് വെച്ചേ. അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇരിക്കണം.
ഫ്ലെയിം കൂട്ടി വെക്കരുത്, കൂട്ടി വെച്ചാൽ വേവാതെ പെട്ടെന്ന് അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ 10 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം. അതിനുശേഷം നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. തടിക്കൊന്നും പിടിച്ചിട്ടില്ല, വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാം പാകത്തിനാണ്. ഇനി ഇത് അടച്ചു വെക്കണ്ട. ഇനി ഇത് അടച്ചു വെക്കാതെ തുറന്ന് തന്നെ വെച്ച് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരല്പം വെളിച്ചെണ്ണ കൂടി മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു നല്ല ടേസ്റ്റിനും ഒരു മണത്തിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ലാസ്റ്റിൽ ഫ്ലെയിം ഓഫാക്കാൻ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാവയ്ക്കാത്തോരനൊക്കെ പലർക്കും ഇഷ്ടമല്ല. ഇത് കയ്പ്പ് രസമാണ്, കഴിക്കാൻ ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണിത്. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. കയ്പ്പൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ പാവയ്ക്കാത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.